Good morning. In last class, we studied about the law and social justice. Then we learned page number 121, the relationship between the worker, consumer, and the producer. Next, page number 122. Page number 122. Table, here is one table. Table 1 provides some important laws relating to the protection of these various interests. Whose interest want to protect? Workers, consumers, and producers. Then whose interest want to protect? Workers, consumers, and producers. For protection of these various interests, then provides some important laws. Column 2 and 3 in table 1 state why and for whom these laws are necessary. Based on discussion in the class, you have to complete the meaning entries in table. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ലോസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ കുറെ ലോസ് കൊടുത്തിട്ടുണ്ട്, നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ്, for whom these laws are necessary, ആർക്കൊക്കെ വേണ്ടിയാണ് ഈ ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. and discussions, whose interest does the law protect, ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഈ ലോ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് മിനിമം വേജസ് ആക്ട്. First law is Minimum Wages Act. Specifies that the wages should not be below a specified minimum. Then why is it necessary? Many workers are denied fair wages by their employers. First law is Minimum Wages Act. Minimum Wages Act, അത് എന്തിനാണ്? Why is it necessary? For the workers ആണ് അല്ലേ? മിനിമം വേജസ് ആക്ട് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? വർക്കേഴ്സിന് വേണ്ടി. ഓക്കെ, വർക്കേഴ്സിന് വേണ്ടി. എന്തുകൊണ്ടാണ് വർക്കേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു മിനിമം വേജസ് ആക്ട് ഉണ്ടാക്കാൻ കാരണം, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം? വർക്കേഴ്സിന് അവരുടെ തൊഴിലിടങ്ങളിൽ കറക്റ്റായിട്ടുള്ള വേജസ് കിട്ടാതിരിക്കുന്നുണ്ട് അല്ലേ? ചില സ്ഥലങ്ങളിൽ വളരെ വേജസ് കുറവായിരിക്കും. അപ്പം അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മിനിമം വേജസ് ആക്ട്. Then here many workers are denied fair wages by their employers. ഒത്തിരി വർക്കേഴ്സിന് അവരുടെ എംപ്ലോയേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള വേജസ് കൊടുക്കുന്നില്ല. ബിക്കോസ് ദേ ബാഡ്ലി നീഡ് വർക്ക്. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിക്കും, പക്ഷെ വളരെ കുറവ് വേജസ് ആണ്. വർക്കേഴ്സ് ഹാവ് നോ ബാർഗെയിനിങ് പവർ ആൻഡ് ആർ പെയ്ഡ് ലോ വേജസ്. അവർക്കൊരു ബാർഗെയിനിങ്, കൂലി ചോദിച്ചു വാങ്ങുവാനുള്ള ആ പവർ ഇല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ അവര് എംപ്ലോയേഴ്സ് എങ്ങനെയാണ് അവർ ഡെയിലി വേജസുകാരോട് പെരുമാറുന്നത്? വളരെ പേ വെരി ലോ വേജസ്. Whose interest does the law protect? ഈ മിനിമം വേജസ് ആക്ട് മൂലം ആരുടെ ഒക്കെ അവകാശങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് മിനിമം വേജസ് ആക്ട് നിലവിൽ വന്നത്? പറഞ്ഞേ, നമ്മൾ വായിച്ചു. വർക്കേഴ്സ്. നമ്മളിവിടെ പഠിച്ചു മിനിമം വേജസ് ആക്ട്. എന്തുകൊണ്ടാണ് മിനിമം വേജസ് ആക്ട് വന്നത്? മെനി വർക്കേഴ്സ് ആർ ഡെനീഡ് ഫെയർ വേജസ് ബൈ ദർ എംപ്ലോയേഴ്സ്. അവരുടെ
അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള കൂലി കിട്ടുന്നില്ല. അപ്പം ആരുടെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ നിയമം മൂലം? വർക്കേഴ്സിന്റെ. ഓക്കെ. Okay, this law is meant to protect the interest of all workers, particularly farm laborers, construction workers, factory workers, domestic workers, etc. ചില സ്ഥലങ്ങളിലൊക്കെ ഫാക്ടറീസിലൊക്കെ ആളെ എടുക്കും, വർക്കേഴ്സിനെ എടുക്കുമ്പോൾ പറയും ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇത്ര രൂപ കൂലി അല്ലെങ്കിൽ വേജസ്, അതിന് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പം വളരെ ചെറിയ എമൗണ്ടിലും. അപ്പം സാധാരണ വർക്കേഴ്സ് എന്ത് വിചാരിക്കും? ജോലി ചെയ്താലല്ലേ അതിന് കൂലി കിട്ടുള്ളൂ. അപ്പൊ എന്താണ് കൂലി കുറവാണേലും അവിടെ ചേർന്നാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ. ഹിയർ മിനിമം വേജസ് ആക്ട് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ വർക്കേഴ്സ്. ഈ മിനിമം വേജസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സിന് മിനിമം കൂലി കൊടുത്തിരിക്കണം. വർക്കേഴ്സിന് മിനിമം കൂലി കൊടുത്തിരിക്കണം, വേജസ്. നെക്സ്റ്റ്, law specifies in that there be adequate safety measures in workplaces. For example, alarm system, emergency exit, for properly functioning machinery. The second law is law specifying that there be adequate safety measures in workplace. എന്തിനാണ് ഈ സേഫ്റ്റി മെഷീൻസിന്റെ ആവശ്യകത? സേഫ്റ്റി മെഷീൻസിന്റെ ആവശ്യകത എന്താണ്? എന്തൊക്കെയാണ് സേഫ്റ്റി മെഷീൻസ്? അലാം സിസ്റ്റം, എമർജൻസി എക്സിസ്റ്റ്. ഇതൊക്കെ എന്തിനാ? നമ്മുടെ സ്കൂളിൽ തന്നെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു? എമർജൻസി എക്സിറ്റ്, ഫയർ എക്സ്റ്റിങ്ക്വിഷൻ വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെ കണ്ടില്ലേ? ഒരു പൈപ്പും മിക്കവാറും ഹോസ്പിറ്റലുകളിൽ എല്ലാം ഉണ്ടാവും. തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് അത് നിർത്താനുള്ളത്. പിന്നെ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഓരോരോ അവിടെ വർക്ക് ചെയ്യുന്നവർക്കുള്ള അലാം, ഏതെങ്കിലും ഒരു അപായ സൂചന മണി. ഇപ്പൊ വലിയ ഫാക്ടറീസിലാകുമ്പോൾ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന എന്താന്ന് അടുത്ത സ്ഥലത്ത് അറിയാൻ പറ്റില്ല, അത്രയും വലിയ ഫാക്ടറികളായിരിക്കും. അപ്പോൾ അലാം മുഴങ്ങുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെന്നും അവിടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സമയവും കിട്ടും, അല്ലേ? So the law specifying that there be adequate safety measures in workplaces. Next, whose interest does the law protect? ഈ ലോ കൊണ്ട് ആരെയൊക്കെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവിടെയും വർക്കേഴ്സിനെയും അവിടുത്തെ എംപ്ലോയേഴ്സിനെയും അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യും. എന്തുകൊണ്ടാ? അവിടുത്തെ ഇപ്പൊ ഒരു ഫാക്ടറി, അതിന്റെ ഓണറിനെയും പ്രൊട്ടക്ട് ചെയ്യും, അവിടുത്തെ വർക്കേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യും. സേഫ്റ്റി മെഷേഴ്സ്. കാരണം ഒരു ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടായാൽ അലാം മുഴങ്ങുമ്പോൾ അവർക്ക് വർക്കേഴ്സിന് രക്ഷപ്പെടാൻ സമയം കിട്ടും. പിന്നെ എന്താ, അവിടെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ നീക്കം ചെയ്യാനും സമയം കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, തേർഡ് law requiring that the quality of goods meet certain prescribed standards. ISI മുദ്രകളുള്ളത്, അല്ലേ? നിങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ISI മുദ്രകൾ ഉണ്ടാവും. അത് ISI മുദ്രകൾ എന്ന് പറഞ്ഞാൽ എന്താ? What is the full form of? അറിഞ്ഞൂടാ. What is the full form of ISI? Indian Security. ഇന്ത്യൻ മാത്രം അറിയാം. ഇന്ത്യൻ മാത്രം അറിയാം. സെക്യൂരിറ്റി ആണോ? അല്ല, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്
Full form, Indian Standards Institution. Full form of ISI. ISI, Indian Standard Institution. Indian Standard, Standard Institution. Indian Standard Institution, ISI. Law requiring that the quality of goods meet certain prescribed standards. For example, electrical appliances have to meet safety standards. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സേഫ്റ്റി എല്ലാം ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്കുള്ള വയറിംഗ് അല്ലാതെ അതായത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ വാങ്ങുമ്പോൾ അവിടെ അതിലുണ്ടാവും ISI എന്നുണ്ടാവും. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ചെക്ക് ചെയ്ത് അതിന് പ്രത്യേകിച്ച് ഷോക്ക് അടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ISI. ലോ റിക്വയറിംഗ് ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്, അങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങളുടെയും ക്വാളിറ്റി മനസ്സിലാവും. ISI ഉള്ളതാണെങ്കിൽ ഹൈ ക്വാളിറ്റിയുടെ ഉള്ളതാണ്, ISI ഇല്ലാത്തതാണെങ്കിൽ അത് ലോക്കൽ മെയ്ഡ് ആണ്, അസംബിൾഡ് വിത്ത് ലോക്കൽസ്, ദാറ്റ് ഈസ് ISI ഉണ്ടെങ്കിൽ അത് ഗുഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ലോ റിക്വയറിംഗ് ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് meet certain prescribed standards. For example, electrical appliances have to meet safety standards. Why is it necessary? എന്തിനാണ് ഈ ISI അങ്ങനെ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സാധനങ്ങളുടെ ക്വാളിറ്റി റിക്വയർ ചെയ്യുന്നത് എന്തിനാണ്? കൺസ്യൂമേഴ്സ്, അതായത് who is consumers? We are the consumers. വാങ്ങുന്നവർക്ക് might be put to risk by the poor quality of products such as electrical appliances, food, medicines. അതായത് കൺസ്യൂമേഴ്സിന് put to risk by the poor quality of products. അതായത് ആ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആ സാധനങ്ങളുടെ ക്വാളിറ്റി കാണിക്കാനാണ്. ISI മുദ്രയുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ISI മുദ്ര ഇല്ലാത്തതാണെങ്കിലോ, എല്ലാ സാധനങ്ങളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ചില സാധനങ്ങൾ പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, പിന്നെ ചില മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു മെഡിക്കൽ കൗൺസിൽ അപ്രൂവ്ഡ് ആയത് ഉണ്ടാവും, ചിലപ്പം അല്ലാത്തതുണ്ടാവും. അങ്ങനെ മരുന്നുകൾക്കൊക്കെ ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. Then, whose interest does the law protect? ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഇത് ഈ ലോ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ISI മുദ്രകളും നല്ല കറക്റ്റ് ആയിട്ടുള്ള ഫുഡിന്റെ കാര്യത്തിലും മെഡിസിൻസിന്റെ കാര്യത്തിലും എല്ലാം സർട്ടൻ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ആരുടെ whose interest does the law protect? The consumers. നമ്മൾ കൺസ്യൂമർ വാങ്ങുന്നവർക്ക് അത് നല്ല പ്രോഡക്റ്റ് തിരഞ്ഞെടുത്ത് വാങ്ങാൻ സാധിക്കും. നെക്സ്റ്റ്, ലോ എഴുതുന്നുണ്ടായിരുന്നു, അത് മറന്നുപോയി, ഞാൻ എഴുതാൻ പറയാം. ഓക്കെ, ഇപ്പൊ എഴുതിക്കല്ലോ. മിസ് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടാ മതി. ശരി. Law requiring that the prices of essential goods are not high. For example, sugar, kerosene, food grains. അടുത്ത ലോ ആണ് requiring that the prices of essential goods are not high. നമ്മളുടെ അവശ്യ വസ്തുക്കളുടെ പ്രൈസസ് കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ അവശ്യ വസ്തുക്കൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഷുഗറും കെറോസിനും ഫുഡ് ഗ്രെയിൻസ് ഒക്കെയാണ്. അരിയുടെയൊക്കെ വിലകൾ ആരാ തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്, ഇത്ര രൂപ അല്ലേ? സോ ലോ റിക്വയറിംഗ് ദാറ്റ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ആർ നോട്ട് ഹൈ. എസെൻഷ്യൽ ഗുഡ്സ്
ഫുഡ് ഗ്രെയിൻസ്. ഇപ്പൊ ഒരു ഗോതമ്പ് പാക്കറ്റിന്റെ വില 45 രൂപ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇത്രയും 100 രൂപയൊക്കെ പറയാൻ പറ്റുമോ? പറയാം, പക്ഷെ മേടിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ സാധനങ്ങൾക്കും ഇത്ര വില മാത്രമേ വാങ്ങാവുള്ളൂ. So, law requiring that the prices of essential goods are not high, for example, sugar, kerosene, food grains. Why is it necessary? എന്തിനാണ് ഈ ലോ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ലോയെ പ്രകാരം ഒരു മാർക്കറ്റിൽ എല്ലാ വസ്തുക്കൾക്കും ഒരേ വിലയായിരിക്കും, അല്ലേ? ഒരു മാർക്കറ്റിൽ പോയാൽ ഈ എല്ലാ കടകളിലും ഒരേ വിലയായിരിക്കണമെന്നാണ് ഈ ലോ. എല്ലാ സാധനത്തിനും ഒരേ വിലയാ? അല്ല, ഒരു മാർക്കറ്റിൽ പോയ, ഇപ്പൊ നമ്മൾ ചെറുപുഴയിൽ ഫിഷ് മാർക്കറ്റിൽ പോയി, അവിടെ കുറെ കടകളുണ്ട് ആ മാർക്കറ്റിൽ, അല്ലേ? അതിൽ ഒരു കടയിൽ മത്തിക്ക് 250, ഇപ്പുറത്തെ കടയിൽ 200 അങ്ങനെ മേടിക്കുവോ? ഇല്ല. ആ കടകളിൽ എല്ലാ ഒരേ മീനിന് ഒരേ വിലയായിരിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാ? അതൊരു നിയമമാണ്. ഓക്കെ, ലോ റിക്വയറിംഗ് ദാറ്റ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ആർ നോട്ട് ഹൈ. ഓരോ ഇതിനും, അല്ലെങ്കിൽ പിന്നെ തോന്നുന്ന കടകൾക്കാര് തോന്നുന്ന പൈസ മേടിക്കും. അങ്ങനെ വാങ്ങാതിരിക്കാനാണ് ലോ റിക്വയറിംഗ് ദാറ്റ് പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ആർ നോട്ട് ഹൈ. അധികം ഈടാക്കരുത്. അരിച്ചാക്കലൊക്കെ വിലയുണ്ട്. ഓക്കെ, വിലയുണ്ട്. അപ്പൊ ഒരു കടയിൽ ആ വിലയെക്കാളും കൂടുതൽ വാങ്ങിച്ചാൽ എന്താ? നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാൻ അധികാരമുണ്ട്. അപ്പൊ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ കൺസ്യൂമേഴ്സ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ്? ഹൂസ് ഇൻട്രസ്റ്റ് ഡസ് ദ ലോ പ്രൊട്ടക്ട്? ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പുവർ ഹൂ വിൽ അതർവൈസ് അൺഎബിൾ ടു അഫോർഡ് ദീസ് ഗുഡ്സ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള എസെൻഷ്യൽ സാധനങ്ങൾ വാങ്ങുവാനുള്ള കഴിവുണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ഹൈ പ്രൈസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റില്ല, അല്ലേ? കയ്യിൽ മണിയില്ല. അങ്ങനെയൊക്കെ നടക്കാതിരിക്കാനാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ലോ റിക്വയറിംഗ് ദാറ്റ് ഫാക്ടറീസ് ഡു നോട്ട് പൊല്യൂട്ട് എയർ ഓർ വാട്ടർ. പിന്നീട് അടുത്ത ലോയാണ്, നിയമമാണ് റിക്വയറിംഗ് ദാറ്റ് ഫാക്ടറീസ് ഡു നോട്ട് പൊല്യൂട്ട് എയർ ഓർ വാട്ടർ. ഫാക്ടറികളിൽ നിന്നുള്ള വാട്ടറും ഒക്കെ തോട്ടിലേക്കൊക്കെ ഒഴുക്കും ചില സ്ഥലങ്ങളിൽ. അതിനെതിരെയൊക്കെ നിയമങ്ങളുണ്ട്, അങ്ങനെ ഒഴുക്കാൻ പാടില്ല. ഓക്കെ, സോ റിക്വയറിംഗ് ദാറ്റ് ഫാക്ടറീസ് ഡു നോട്ട് പൊല്യൂട്ട് എയർ ഓർ വാട്ടർ. വൈ ഈസ് ഇറ്റ് നെസസറി? എന്തിനാണ് അങ്ങനെ എയറും വാട്ടറൊന്നും പൊല്യൂട്ട് ചെയ്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ എന്ന് പറയാൻ കാരണം? റിവറിലുള്ള എന്താ നമ്മളൊക്കെ കുടിക്കുന്ന ഒക്കെ, അതൊക്കെ വെള്ളത്തെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ അഫക്ട് ചെയ്യും, അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. Then whose interest does the law protect? Common people ആണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. It will protect the common people. Okay. Next, laws against child labor in workplaces. Child labor. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിക്കരുത്, പണിസ്ഥലങ്ങളിലൊന്നും വർക്ക് ചെയ്യിക്കരുത്. അങ്ങനെയുള്ള ലോ എന്തിനാണ്? വൈ ഈസ് ഇറ്റ് നെസസറി? കുട്ടികൾ സ്കൂളിൽ പോകേണ്ട കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്, അതിനുവേണ്ടിയാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഹൂസ് ഇൻട്രസ്റ്റ് ഡസ് ദ ലോ പ്രൊട്ടക്ട്? ചിൽഡ്രൻ. കുട്ടികളുടെ ഇൻട്രസ്റ്റ് വിൽ പ്രൊട്ടക്ട്. ഓക്കെ, നെക്സ്റ്റ്, ലോ ടു ഫോം വർക്കേഴ്സ് യൂണിയൻസ് അസോസിയേഷൻസ്. ഒരു വർക്കേഴ്സിനും യൂണിയൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടാക്കാനും അവകാശമുണ്ട് വർക്കേഴ്സിന്. അവരെന്തിനാ ഈ യൂണിയനും അസോസിയേഷനും ഒക്കെ ഉണ്ടാക്കുന്നത്? അവരുടെ ആവശ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഓക്കെ, then law to form workers unions or association. By organizing themselves into unions, workers can use their combined power to demand fair wages. അങ്ങനെ യൂണിയനും
അസോസിയേഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉപകാരം? വർക്കേഴ്സിന് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഫെയർ വേജസ്, കറക്റ്റായ വേജസ് നൽകണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, അവർക്കൊരു നല്ല ഹൈജീനായ വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് ഡിമാൻഡ് ചെയ്യാം. ഓക്കെ, ലോ ടു ഫോം വർക്കേഴ്സ് യൂണിയൻസ് ഓർ associations. These are the laws. Okay, what are the laws? First one, Minimum Wages Act. Next, law specifying that there be adequate safety measures in workplace. Next, law requiring that the quality of goods meet certain prescribed standards. Next law is law requiring that the prices of essential goods are not high. Next, law requiring that factories do not pollute air or water. Next, laws against child labor in workplaces. Next, law to form workers union and associations. ഈ നിയമങ്ങളൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? പ്രകൃതിയെയും മനുഷ്യരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അവർക്ക് കറക്റ്റായിട്ട് അവരെ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. കുറെ നിയമങ്ങളുണ്ടല്ലേ ചിൽഡ്രൻ, നമുക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട് ഒത്തിരി നിയമങ്ങൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ NCERT ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ബാക്കിലുണ്ടാവും ഒരു നമ്പർ, ടോൾ ഫ്രീ നമ്പർ ഉണ്ടോ? നമുക്കുണ്ടോ ടോൾ ഫ്രീ നമ്പർ? ടോൾ ഫ്രീ നമ്പർ ഉണ്ടോടാ മക്കളെ? ഇവിടെ തന്നെ ഡിഗ്നിറ്റി ഹിയർ ചിൽഡ്രൻസ് ബിൽസ് ഓഫ് റൈറ്റ്സ്, ഇത് ലാസ്റ്റ് കണ്ടോ പേജ്? അവിടെ കുറെ റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട് നേടിയെടുക്കാൻ. ഓക്കെ, ഇതിൽ അവകാശങ്ങള് ഡിഗ്നിറ്റി ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 42 ആൻഡ് ആർട്ടിക്കിൾ ഇതിലൊരു ഡെവലപ്മെന്റ്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, കുട്ടികൾക്ക് കെയറും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള, കെയറും പ്രൊട്ടക്ഷനും കിട്ടാനുള്ള അവകാശമുണ്ട്. കുറെ അവകാശങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും ഒരു ടോൾ ഫ്രീ നമ്പർ. അതായത് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. സപ്പോസ് ഒരു ടീച്ചർ നിങ്ങളെ ഭയങ്കരമായിട്ട് അടിച്ചു, നിങ്ങൾക്ക് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ റൈറ്റ്സ് ആണ് ഓരോ കുട്ടികളുടെ. ഫെയ്ത്തേ ഇമ്പോസിഷൻ തന്നാൽ അതല്ല കേട്ടോ, അടിച്ചാലേ ഉള്ളൂ. ഓക്കെ, കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. Here, but merely making laws is not enough. ഒത്തിരി നിയമങ്ങളുണ്ട് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള, പക്ഷെ അത് മതിയാകുന്നില്ല. പിന്നെയും എക്സ്പ്ലോയിറ്റേഷൻ തുടരുകയാണ്. The government has to ensure that these laws are implemented. പിന്നീട് ഗവൺമെന്റിയും ലോസിലേക്ക് ഓരോരോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, this means that the law must be enforced. Enforcement becomes even more important when the law seeks to protect the weak from the strong. എന്തിനാണ് പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നത്? The law must be enforced. The law must be enforced. What is enforcement? Enforcement becomes even more important when the laws seek to protect the weak from the strong. അതായത് വീക്ക് ഫ്രം ദ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ജനങ്ങൾക്ക് ഈ
നിയമങ്ങൾ കൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടണം. ഓക്കെ. Then, for instance, to ensure that every worker get a fair wages, the government തീരുമാനിക്കണം അവർ എല്ലാ വർക്കേഴ്സിനും അവർക്ക് ഫെയർ വേജസ്, അവർക്ക് അവർ ചെയ്യുന്ന വർക്കിന് അനുസൃതമായ വേജസ് കിട്ടുന്നുണ്ടെന്ന് ഗവൺമെന്റ് അത് അന്വേഷിച്ചറിയണം. ഓക്കെ. The government has to regularly inspect work sites. Government അവരുടെ വർക്ക് സൈറ്റ് ചെല്ലുകയും പണിഷ് ദോസ് ഹു വയലേറ്റ് ദ ലോ, ഫൈൻ അടക്കി അടപ്പിക്കുകയല്ലേ ചിലപ്പോൾ. പണിഷ്, ദാറ്റ് ഈസ് ദ പണിഷ്. ഓക്കെ. പണിഷ് ഹു വയലേറ്റ് ദ ലോ. ഗവൺമെന്റിന് എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? അവര് ഓരോ വർക്ക് സൈറ്റിലും പോവുകയും അവിടുത്തെ വർക്കേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള വേജസ് കിട്ടുന്നുണ്ടോന്നും അവർക്ക് വർക്കിംഗ് കണ്ടീഷൻസ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടോ എന്നും അന്വേഷിക്കുകയും ഇല്ലെങ്കിൽ ആ വർക്ക് നൽകുന്നവർക്ക് എന്താ ടു പണിഷ് ദോസ് ഹു വയലേറ്റ് the law. When the workers are poor or powerless, the fear of losing future earnings or facing reprisals often forces them to accept low wages. When the workers are poor, പാവപ്പെട്ടവരാകുമ്പോൾ, പുവർ പീപ്പിൾ ആകുമ്പോൾ അവരെ നിർബന്ധിച്ച് അവിടെ വർക്ക് ചെയ്യിക്കുകയും കുറഞ്ഞ വേതനം നൽകുകയും ചെയ്യുന്നു. എംപ്ലോയേഴ്സ് നോ ദിസ് വെൽ ആൻഡ് യൂസ് their power to pay workers less than the fair wages. എംപ്ലോയേഴ്സിന് അറിയാം അവർക്ക് വളരെ കുറച്ച് സാലറി ഉള്ളൂ, പക്ഷെ പവർ അവർ കമ്പലാവുകയാണ് workers, poor people. So workers less than fair wages. In such cases, it is a crucial that laws are enforced. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ the crucial that laws are enforced. ലോ അവിടെ നടപ്പിൽ വരുത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ. Okay, now today we studied the laws to why is it necessary and whose interest does the law protect, and in workplaces how the government enforces the law and the workers get fair wages. And the government has to regularly inspect the work sites and punish those who violate the law. These things only we study. These are the main ideas we get from this paragraph. Okay. Then you complete the 7th lesson question answer. Okay. All of you complete your notebook. This photo അയച്ചിരുന്നു. Complete ചെയ്തേനെ. Fate. Okay. ഷോൺ, ജോയൽ ജോസഫ് എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ നോട്ട്സ് ഫോട്ടോ അയച്ചു തരിക. ഓക്കെ. നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. Okay. Okay, see you.